ശ്രീ ജോസഫ് ബെന്നി, നിങ്ങൾക്ക് പലയിടത്തുനിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ സമരത്തിന് പിന്തുണ ആവശ്യമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ പിന്തുണയ്ക്കുന്നവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അരിച്ചെടുക്കുന്നുണ്ടോ ഈ പിന്തുണ? അതല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. അവിടെ കാസ പോലുള്ള സംഘടനകൾ വന്ന് പ്രചരിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് ഒന്നും നിർദോഷമായ കാര്യങ്ങളല്ല എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. അവിടെ എല്ലാ വിഭാഗവും നിങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ കഴിയുന്ന പ്രദേശമാണ്. അവിടെ വിദ്വേഷത്തിന്റെ വിത്ത് പാകുന്നവരാണ് പിന്തുണയുമായി എത്തുന്ന ചിലരെങ്കിലും. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ശ്രീ ജോസഫ് ബെന്നി? ഇപ്പൊ ജി ജോസഫ് സാർ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ആദ്യമേ തന്നെ ന്യൂനപക്ഷ മോർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. പള്ളിയിൽ അച്ഛനും ഞങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ചതാണ്. അവരെ വഖഫ് ബോർഡിലേക്ക് ധർണ നടത്തിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പലരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് ജി ജോസഫ് സാർ. പിന്നെ കെ എസ് ഷൈജു വന്നിട്ടുണ്ട്, പുരുഷോത്തമനുണ്ട്. അതേപോലെ ഇവിടെ പലരും ഞങ്ങൾക്ക് ശക്തമായ രീതിയിൽ പിന്തുണയുമായി വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു കാര്യമുണ്ട്, 1995 കൊണ്ടുവന്ന പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഞങ്ങളുടെ ഇന്നത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം സെക്ഷൻ 36A ആണ് ഇവർ പറയുന്നത്. വഖഫ് ബോർഡിന്റെ മുൻവിധിയില്ലാതെ അറിവില്ലാതെ ഞങ്ങൾ ഫറൂഖ് കോളേജ് പറമ്പ് വിറ്റു. അത് തെറ്റാണ്. അതുകൊണ്ട് 1995 കൊണ്ടുവന്ന സെക്ഷൻ 40 അനുസരിച്ച് വഖഫ് ബോർഡ് എഴുതിയെടുത്തു. അതാണ് ഇവിടുത്തെ ഞങ്ങളെ ഇവർ നിയമപരമായിട്ട് കാണുന്ന സാധ്യത അതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. സഹായിക്കാൻ വരുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കും.